ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 13ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് 1,00,000 രൂപയോളം കളക്ഷൻ വന്നിരിക്കുകയാണ്. ഈ ഒരു മിഡ് വർക്കിംഗ് ഡേയിൽ സിനിമയുടെ പ്രകടനം എങ്ങനെയെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ വരെയുള്ള കളക്ഷനും കാര്യങ്ങളിലുമൊക്കെ വരുമ്പോൾ മികച്ചു തന്നെയാണ് സിനിമ നിൽക്കുന്നത്. 80 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ടും അത്യാവശ്യമാണ്. ഇന്നലെ ഏകദേശം 52,45,000 രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ സിനിമ നേടാൻ കഴിഞ്ഞത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 80 ലക്ഷം രൂപയോളമായിരിക്കാം സിനിമയ്ക്ക് ഇന്നലെയും നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 1000-ന് മുകളിലുള്ള ഷോകൾ, 32,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ 24 മണിക്കൂറിൽ വിറ്റുപോയത് 12,900 ടിക്കറ്റുകളാണ്. ഇവിടെ മികച്ച രീതിയിൽ തന്നെ ഒരു സ്റ്റഡി കളക്ഷനോടെ വർക്കിംഗ് ഡേയ്സിൽ സിനിമ പോവുകയാണ്. തിങ്കളാഴ്ച ലഭിച്ചത് ഏകദേശം 80 ലക്ഷം രൂപയ്ക്ക് മുകളാണ്. ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ പോകുന്നു. ബുധനാഴ്ചയും അങ്ങനെ തന്നെ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കളങ്കാവലിന് കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ തന്നെ സ്റ്റഡി കളക്ഷൻ തന്നെയായിരുന്നു. സ്ഥിരമായിട്ട് 2 കോടിക്ക് മുകളിലേക്ക് സിനിമയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടെങ്കിൽ ഇന്ന് 1 കോടിക്ക് താഴെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ സിനിമ 80 കോടി ക്ലബിലേക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 34.5 കോടി കടന്ന ചിത്രം ഇന്നത്തോടെ 35 കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ കളക്ഷൻ, അതായത് ഓൾ ഇന്ത്യ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് 41 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇനിയും ഓവർസീസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് 38 കോടി 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് സിനിമ 80 കോടി ഇന്നത്തോടെ എത്തുന്നു എന്നുള്ളതാണ്. 79.5 കോടിയോളമാണ് ഇന്നലെ വരെയുള്ള സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത്. ഇനിയും സിനിമയ്ക്ക് ഒരു ലോങ് റൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. വരുന്ന ദിവസങ്ങളിൽ സിനിമ 90 കോടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ദിലീപ് ചിത്രം ബബ്ബയുടെ വിശേഷങ്ങളിലേക്ക് വരാം. മണിക്കൂറിൽ 2,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 17,000-ന് മുകളിൽ വരെയുള്ള ടിക്കറ്റുകൾ സിനിമയ്ക്ക് വിറ്റുപോയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യ ദിനം പ്രീസെയിലൂടെ തന്നെ സിനിമ 4 കോടിക്ക് മുകളിലെത്തിയിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് അസമാനമായ രീതിയിലുള്ള കുതിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് തീ പിടിച്ച പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയുടെ ഇന്നലെ വരെയുള്ള കളക്ഷൻ വന്നത് 2,63 ലക്ഷം രൂപയാണ്. ഇന്നത്തോടെ അത് 3 കോടിയിലേക്ക്, അതായത് രാവിലെ 10 മണിയോടെ 3 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 4 കോടി സിനിമ ഓൾറെഡി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൗസ്ഫുൾ ആകുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതെ, ബബ്ബ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ്. ലാൽ ഫാക്ടർ മാക്സിമം യൂസ് ചെയ്യുന്നു. മോഹൻലാലിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ബ്രാൻഡ് വാല്യൂ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഒരു സിനിമ വീണ്ടും ഇറങ്ങുമ്പോൾ അത് ഇൻഡസ്ട്രിയെ മറിച്ചിടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിനിടയിൽ മോഹൻലാലിൻ്റെ തന്നെ തുടരുമെന്ന സിനിമയുടെ റെക്കോർഡുകളും ഈ ഒരു സിനിമ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രീസെയിലൂടെ ഈ വർഷം നിൽക്കുന്ന 2ാമത്തെ ചിത്രമാണ് തുടരുമെന്ന ചിത്രം ഇതിനോടകം തന്നെ 3ാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഓവർസീസിൽ നിന്നുള്ള കളക്ഷൻ്റെ ബേസിലാണ് ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യ ദിനത്തെ കളക്ഷനിലും ഈ സിനിമ 2ാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. എമ്പുരാൻ്റെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.